മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സമസ്ത. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതം ലേഖനം പ്രസിദ്ധീകരിച്ചു. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭൂമി നിലവിലെ ഉടമകൾക്ക് നൽകണം എന്നത് ആശങ്കയുണ്ടാക്കുന്നതായി മുസ്തഫ മുണ്ടുപാറ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്ന സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കവും വ്യക്തമാക്കിയിരുന്നു. ഇതോടെ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും ലീഗിന്റെ നിലപാട് തള്ളി രംഗത്ത് വരികയാണ്. പ്രശ്നമായി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ മുനമ്പത്ത് ചെറായി വഖഫ് 1950 അതായത് സ്ഥാപനം ഉണ്ടാക്കി രണ്ടാമത്തെ കൊല്ലാണ് ഉണ്ടാക്കുന്ന വഖഫ് ചെയ്യുന്നത്. എവിടെ? മുനമ്പത്തെ വഖഫ്. സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ഒരാളാണ് അത് വഖഫാക്കുന്നത്. സിദ്ദീഖ് സേട്ട് സാന്ദർഭികമായി പറയാണ്. അവിടെ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. രാഷ്ട്രീയക്കാർക്ക് അതിന് വേറൊരു കാഴ്ചപ്പാടുണ്ടാവും, എല്ലാ പാർട്ടികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും അതുപോലെ സമസ്തയ്ക്കും അതിൻ്റെ കാഴ്ചപ്പാടുണ്ട്. അത് വഖഫ് ഭൂമിയാണ്. 440 ഏക്കർ 440 ഏക്കർ 404 ഏക്കർ .76 ഇതാണ് വഖഫ് ഭൂമി. സേട്ട് വഖഫാക്കിയതാണ്. സുപ്രഭാതത്തിലെ ലേഖനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തള്ളി. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നാണ് മുസ്ലിം സംഘടനകളുടെ നിലപാട്. സർക്കാർ തീരുമാനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതായും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സാമുദായ വർഗീയ നിലയിൽ കാര്യങ്ങൾ വേർതിരിഞ്ഞു പോകണം എന്ന് ചിന്തിക്കുന്നവർ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഷയമാണത്. അത് കേരളത്തിന്റെ നല്ല അന്തരീക്ഷത്തിന് ചേർന്ന ഒരു വിഷയമല്ല. മുസ്ലിം സംഘടനകൾ യോഗം കൂടി ക്ലിയറായിട്ട് പറഞ്ഞത് അതിന്റെ സാങ്കേതികത്വത്തിക്കൊന്നും പോവാതെ ഈ മുനമ്പത്ത് താമസിക്കുന്നവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെന്റ് മുൻകൈ എടുക്കണം, അതുമായിട്ട് ഞങ്ങൾ സഹകരിക്കാം. അതാണ് അവർ പറയുന്നത്. അതിലെല്ലാം ഉണ്ട്. ഇനി അതിന്റെ സാങ്കേതികത്വം തൂങ്ങി സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡ് അത് ദയവിചാരിച്ച് വാർത്താമാധ്യമങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളിപ്പോൾ മുസ്ലിം സംഘടനകളുടെ യോഗം ചേർന്നിട്ട് രമ്യമായി അത് പരിഹരിക്കണം, അതിന് സർക്കാർ മുൻകൈ എടുക്കണം, അതിന് എല്ലാ സംഘടനകളും യോജിക്കാം എന്ന് പറഞ്ഞതാണ് വാസ്തവത്തിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ആ മാർഗം മുമ്പിൽ വെച്ച് സർക്കാർ അതുമായി മുന്നോട്ട് പോകണം. രമ്യമായ പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കൂല എന്നുണ്ടെങ്കിൽ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ തന്നെ ഞങ്ങൾ മുന്നിട്ടിറങ്ങും. ഞങ്ങൾ തന്നെ അതിന് മുൻകൈ എടുക്കും. ഈ ഇലക്ഷനൊക്കെ ഒന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഞങ്ങൾ സംസാരിക്കും. കാരണം രമ്യമായ പരിഹാരം ഉണ്ടാക്കാവുന്ന വിഷയമുള്ളൂ അത്. അതേസമയം മുനമ്പത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റും അനുവദിക്കില്ല എന്നായിരുന്നു സംസ്ഥാന നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ ന്യൂസ് 18 പറഞ്ഞത്. മുനമ്പത്ത് VD സതീശൻ ബാർ റിസോർട്ട് മാഫിയയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് INL. മുനമ്പത്ത് ഭൂമി വഖഫ് ഭൂമിയായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിരലിൽ എണ്ണാവുന്ന മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് മുനമ്പത്ത് ഉള്ളത്. മറ്റെല്ലാം ബാറും റിസോർട്ടുകളും ആണ്. ഫറൂഖ് കോളേജ് അധികൃതർ അഡ്വക്കേറ്റ് MV പോളിന് നൽകിയ പവർ ഓഫ് അറ്റോർണിയുടെ മറവിൽ വഖഫ് ഭൂമി ഇഷ്ടക്കാർക്ക് MV പോൾ അനധികൃതമായി രജിസ്റ്റർ ചെയ്തു കൊടുത്തു. മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കേണ്ടതില്ല എന്നും INL നേതാവ് NK അബ്ദുൾ അസീസ് കോഴിക്കോട് പറഞ്ഞു.